Hello everyone, welcome to Jupod Plus 1 Commerce and Humanities. It's me and Nafi. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് പ്ലസ് വൺ ക്ലാസ്സുകളൊക്കെ തുടങ്ങി സ്കൂളിൽ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് തുടങ്ങിയോ? നിങ്ങൾ ആദ്യം 2-3 കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് വൺ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ: 1, നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്ററാണ് എടുത്ത് തുടങ്ങിയത്. 2, നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ഇതുവരെ എടുത്ത് കഴിഞ്ഞു. 3-ാമതായിട്ട് നിങ്ങൾ എടുത്ത ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടോ? ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. സോ വൺസ് അഗൈൻ വെൽക്കം ടു എജ്യൂപോഡ് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ്. ഇറ്റ്സ് മീ നാഫി. മക്കളെ, നമുക്കറിയാം ഒന്നാമത്തെ ചാപ്റ്റർ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫാണ്. അപ്പോൾ നിങ്ങൾ പറയും, അയ്യോ ഇത് ഒന്നാമത്തെ ചാപ്റ്ററോ, ഇത് രണ്ടാമത്തെ ചാപ്റ്റർ അല്ലേ, ഒന്നാമത്തെ ചാപ്റ്റർ ഫ്രോം ദി ബിഗിനിങ് ഓഫ് ദി ടൈം അല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. അതോടെ എനിക്ക് പറയാനുള്ളത്, 2 വർഷം മുന്നേ ഗവൺമെൻറ് എന്ത് ചെയ്തിരുന്നു, ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള ചാപ്റ്ററിന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി ആ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്തു, ആ ചാപ്റ്റർ എന്ത് ചെയ്തു, ഒന്നുകൂടി ഒന്ന് മാറ്റം വരുത്തി. അങ്ങനെ മാറ്റം വരുത്തിയിട്ട് ആ ചാപ്റ്ററിനെ 3-ാമത്തെ ചാപ്റ്ററാക്കി മാറ്റി. അതായത് അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാക്കി മാറ്റി. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്. അപ്പോൾ ശരിക്കും ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ചാപ്റ്റർ ഓർഡർ നോക്കുമ്പോൾ എത്രാമത്തെ ചാപ്റ്ററാണ്, 3-ാമത്തെ ചാപ്റ്ററും, പക്ഷേ അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററുമാണ്. അപ്പോൾ ശരിക്കും ഫ്രോം ദ ബിഗിനിങ് ഓഫ് ദി ടൈം 3-ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. പക്ഷേ അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. പക്ഷേ ആ ചാപ്റ്ററിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. എന്താ ചാപ്റ്ററിൻ്റെ പേര്? ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് ആണ്. ശരിക്കും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്ന റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്ന് വിളിക്കുന്ന ഈ ചാപ്റ്ററാണ് ഏത് ചാപ്റ്റർ? ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. മക്കളെ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുമോ? വിച്ച് ആർ ദി 2 മേജർ റിവേഴ്സ് ഇൻ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ? മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ 2 പ്രധാന നദികൾ ഏതൊക്കെയാണ്? ഒന്ന് ആൻസർ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, മെസപ്പൊട്ടോമിയൻ ജോഗ്രഫി, മെസപ്പൊട്ടോമിയയുടെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. രണ്ടാമത്തെ എന്താ, ദ സിഗ്നിഫിക്കൻസ് ഓഫ് അർബനൈസേഷൻ, അവിടുത്തെ നഗരവൽക്കരണത്തിന്റെ പ്രത്യേകത പഠിച്ചു വെക്കണം. സിറ്റീസ്, നഗരങ്ങളുടെ പേര്, ഉറൂക്ക്, ലഗാഷ്, മാരി, നിൻവേ, നിമ്രോദ് എന്ന് പറഞ്ഞിട്ട് നഗരങ്ങളുണ്ട്, അതിന്റെ പേര് പഠിച്ചു വെക്കണം. ടെമ്പിൾസ്, ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, വെറും ടെമ്പിൾസ് മാത്രമല്ല, എക്കണോമിക് ആക്ടിവിറ്റീസ്, ഒരുപാട് സാമ്പത്തിക പ്രവർത്തനം നടന്ന സ്ഥലം കൂടിയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ക്യൂനിഫോം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ടോപ്പിക്കാണ് ഇത്, ക്യൂനിഫോം പഠിക്കാതെ എന്ത് ചെയ്യരുത്, എക്സാമിന് പോകരുത്. അടുത്ത ഏതാടാ, മാരിയാണ്. മാരിയും എന്താടാ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ എന്താ, കോൺട്രിബ്യൂഷൻ ഓഫ് മെസപ്പൊട്ടോമിയ, മെസപ്പൊട്ടോമിയയുടെ സംഭാവനകൾ, ഇതും എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. മക്കളെ, ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്താ അവസ്ഥ? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. പ്ലസ് വൺ ഹിസ്റ്ററിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എടുത്തു തുടങ്ങിയതിന് ശേഷം ആ കാര്യങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ആയി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ മുഴുവൻ ടോപ്പിക്, അതിലെ ക്വസ്റ്റ്യൻസ്, കാര്യങ്ങളൊക്കെ ഫ്രീ ആയി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എജ്യൂപോർട്ട് ആപ്പ് അതിനുള്ള സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. എജ്യൂപോർട്ട് ആപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ആയിട്ട് പഠിക്കാം. കാരണം എജ്യൂപോർട്ട് ആപ്പിൽ എല്ലാ സബ്ജക്റ്റിലെയും ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, ഫ്രീ ആണ്. എജ്യൂപോർട്ട് ആപ്പിലെ എല്ലാ സബ്ജക്റ്റിലെയും ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ആയിട്ട് പഠിക്കാം. അപ്പോൾ എജ്യൂപോർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയി പഠിക്കാം. അതേപോലെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ മാത്രം പഠിച്ചാൽ പോരാ, എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് എന്ത്, എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ച്. നിങ്ങൾ എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ പ്ലസ് വൺ സെറ്റാ. നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ജോഗ്രഫി, സോഷ്യോളജി, സ്റ്റാറ്റി പോലുള്ള സബ്ജക്റ്റുകൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്, ഏറ്റവും അടിപൊളി മാർക്ക് നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുണ്ട്, എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. അപ്പോൾ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ ബാച്ചിൽ എന്തൊക്കെയുണ്ട്, നിങ്ങൾക്കുള്ള റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, സ്റ്റഡി നോട്ട്, PYQs, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് ഡയറക്റ്റ് എന്നോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഡൗട്ട് ക്ലിയർ ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ തരുന്നത് എവിടെയാണ്, എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിലാണ്. സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടെ. അപ്പോൾ കമൻറ്റ് ബോക്സിലെ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളെ വിളിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പോൾ കമൻറ്റ് ബോക്സിലെ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യട്ടോ. അപ്പോൾ മക്കളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.